പ്രിയ ഛാത്രാः സർവേഷാം സംസ്കൃതകക്ഷ്യാം പ്രതി സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗതകക്ഷ്യായാം അസ്മാഭിः കിം കിം അധീതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രകൃതി സ്നേഹം അധികൃത്യ ഉക്തം അല്ലേ? പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വീട്ടിൽ ഒരു പൂന്തോട്ടമുണ്ടാക്കി, അതിൽ കുറേ ചെടികൾ നട്ട്, പൂക്കൾ വിരിയിച്ച്, പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കും പക്ഷികൾക്കുമൊക്കെ തേൻ കുടിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും നമ്മളല്ലേ. അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ശകുന്തള തൻ്റെ ആശ്രമത്തിലെ ചെടികളെയും മരങ്ങളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. പുനഃകിം കൃതം, പിന്നെന്താണ് ചെയ്തത്? മിത്രക ആയാതു ഇതി കവിതാം വയം ദ്വിവാരം അപഠാമഹ. മിത്രക ആയാതു എന്ന കവിത 2 പ്രാവശ്യം നമ്മൾ വായിച്ചു. പുനഃ അസ്യാഹ കവിതായാഹ മധുരാലപനമപി അസ്മാഭിः കൃതം. പിന്നെ ഈ കവിതയുടെ മിത്രക ആയാതു എന്ന ഈ കവിതയുടെ മധുരാലപനം, ഈണത്തിലുള്ള ആലാപനവും നമ്മൾ ചെയ്തു. എല്ലാവരും നല്ല ഈണത്തിൽ പാടിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകുമല്ലോ. ഇനി നമുക്ക് ഈ കവിതയുടെ വരികളിലൂടെ ഈ ബാലിക, ഈ പെൺകുട്ടി എന്താണ് കുയിലിനോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ 4 വരികൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാതഃകാലേ മാമകഭവനം കോകില ആയാതു. കോകില ആയാതു ഭവാൻ സമായാതു. ഈ വരികളിലെ വാക്കുകളുടെ, പദങ്ങളുടെ അർത്ഥമൊന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്രാതഃകാലേ, പ്രാതഃകാലഃ പ്രഭാതം, വിഭാതം. പ്രാതഃകാലം എന്ന് പറഞ്ഞാൽ പ്രാതഃകാലം എന്ന് പറഞ്ഞാൽ പ്രഭാതം, വിഭാതം എന്നാണ് അർത്ഥം. പ്രാതഃകാലേ എന്ന് പറഞ്ഞാലോ? പ്രാതഃകാലേ പ്രഭാതേ വിഭാതേ. പ്രാതഃകാലത്തിൽ, പ്രഭാതത്തിൽ, വിഭാതത്തിൽ, അതായത് രാവിലെ, രാവിലെ സമയത്ത് എന്നർത്ഥം. മാമകഭവനം, മാമകം ഭവനം, മാമകഭവനം. മാമകം മമ, എൻ്റെ. മാമകം മമ, എൻ്റെ. ഭവനം ഗൃഹം, ഗേഹം, വീട് എന്നർത്ഥം. ഭവനം എന്ന വാക്കിന് ഗൃഹം. ഇവിടെ ഭവനം എന്ന ശബ്ദത്തിന് ഭവനത്തിലേക്ക്, ഗൃഹത്തിലേക്ക്, വീട്ടിലേക്ക് എന്നാണ് അർത്ഥം. ഭവനം എന്ന പദം, വാക്ക് വനശബ്ദം പോലെ, വനം വനേ വനാനി, വനം വനേ വനാനി. അതുപോലെ ഭവനം ഭവനേ ഭവനാനി, ഭവനം ഭവനേ ഭവനാനി. പ്രഥമ വിഭക്തിയിലും ദ്വിതീയ വിഭക്തിയിലും ഒരേപോലെയാണ്, ഭവനം എന്ന് തന്നെയാണ്. നമുക്കിവിടെ വേണ്ടത് ദ്വിതീയ വിഭക്തിയാണ്, പ്രഥമയല്ല. അതുകൊണ്ട് ദ്വിതീയക്ക് എന്താ അർത്ഥം പറയണം? ദ്വിതീയക്ക് അതിനെ പുനഃ, അതിനോട് അതിലേക്കെന്നും ദ്വിതീയക്ക് അർത്ഥമായി വരും. അതിനേന്നർത്ഥം പറയാം, അതിലേക്ക്, അതിനോട് എന്നൊക്കെ അർത്ഥം പറയാം. നമുക്കിവിടെ ഏതാ വേണ്ടത്? അതിലേക്ക് എന്ന അർത്ഥമാണ്. അതുകൊണ്ട് ഭവനം എന്ന വാക്കിന് എന്തു പറയണം? ഭവനത്തിലേക്ക്, ഗൃഹത്തിലേക്ക്, ഗേഹത്തിലേക്ക്, വീട്ടിലേക്ക് എന്നർത്ഥം പറയണം. മനസ്സിലായോ? അപ്പോൾ മാമകഭവനം എങ്ങനെ അർത്ഥം പറയണം? മാമകം ഭവനം, മാമകഭവനം. മാമകം മമ, എൻ്റെ. ഭവനം ഗൃഹം, വീട്ടിലേക്ക്. ഇപ്പം മാമകഭവനം എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് എന്നർത്ഥം. അടുത്ത പദം ഏതാണ്? കോകില. കോകില എന്താണ് അതിൻ്റെ അർത്ഥം? ഹേ കോകില. ഹേ കോകില എന്നാണ് ശരിക്കും വേണ്ടത്.
അവിടെ ഹേ ശബ്ദം ഇല്ലെങ്കിലും പ്രശ്നമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു സംബോധന പ്രഥമയ്ക്ക് ഹേ ശബ്ദം കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് സംബോധന പ്രഥമയാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ വിസർഗം ഉണ്ടാവില്ല. കോകിലഹ എന്നുണ്ടാവില്ല, കോകില എന്ന് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ കണ്ടാൽ അത് സംബോധനയാണെന്ന് വിചാരിക്കണം. എന്തിനാണ് സംബോധന പ്രഥമ ഉപയോഗിക്കുന്നത്? നമ്മൾക്കൊരാളെ സംബോധന ചെയ്യാൻ വേണ്ടി, വിളിക്കാൻ വേണ്ടി. ഇവിടെ പെൺകുട്ടി കുയിലിനെ വിളിക്കുകയാണ്, കുയിലിനെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്. കോകില, ഹേ കോകില, അല്ലയോ കോകിലമേ, ഏ കുയിലേ എന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ കോകില എന്താണ് അർത്ഥം? ഹേ കോകില, ഹേ പിക, അല്ലയോ പികമേ, അല്ലയോ കുയിലേ. ആയാതു, ആയാതു, ആയാതു എന്നത് ക്രിയാപദമാണല്ലേ. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയാപദം. അപ്പോൾ ആയാതു എന്നത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. എന്താണ് ആയാതു എന്ന പദത്തിൻ്റെ അർത്ഥം? ആഗച്ഛതു. ആയാതു ആഗച്ഛതു, വരൂ. അഗച്ഛതു ആയാതു, വരൂ. വർത്തമാനകാല, വർത്തമാനകാലം. ഭൂതകാല, ഭൂതകാലം. ഭാവികാല, ഭാവികാലം. ഇങ്ങനെ 3 കാലങ്ങളാണ്, സമയങ്ങളാണ് ഉള്ളത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വർത്തമാനകാല എന്ന് പറഞ്ഞതാണ് അർത്ഥം. വർത്തമാനകാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം എന്നർത്ഥം. പ്രസൻറ്റ് ടെൻസ് എന്നർത്ഥം. ഇപ്പോൾ രാമഃ ആഗച്ഛതി, രാമൻ വരുന്നു. ഇപ്പോൾ എന്തുണ്ട്? രാമൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വർത്തമാനകാലമാണ്. ഭൂതകാല പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാലമാണ്. രാമഃ അഗച്ഛത്, രാമൻ പോയി. രാമൻ പോവുക എന്ന ക്രിയ നേരത്തെ ചെയ്ത് കഴിഞ്ഞു, അത് ഭൂതകാലമാണ്. ഭാവികാല എന്ന് പറഞ്ഞാലോ ഭാവികാലം, ഫ്യൂച്ചർ ടെൻസ്. രാമഃ ആഗമിഷ്യതി, രാമൻ വരും. രാമൻ വരും, വന്നില്ല, ഇപ്പോൾ വരുന്നുമില്ല, വരണത്രേ. ഇതാണ് 3 കാലങ്ങൾ. ഇവിടെ ഏത് കാലത്തിലാണ് ക്രിയാപദം പ്രയോഗിച്ചിട്ടുള്ളത്? ആയാതു എന്ന ക്രിയാപദം ഏത് കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? ഭാവികാലേ, ഭാവി കാലത്തിലാണ് അല്ലേ. കുയിൽ ആയാതു എന്ന് പറയുമ്പോൾ കുയിൽ വന്നു കഴിഞ്ഞോ? ഇല്ല. എന്നാൽ കുയിൽ ആയാതു എന്ന് പറയുമ്പോൾ വരുന്നുണ്ടോ? വരുന്നുമില്ല. അപ്പോൾ കുയിൽ ഇപ്പോൾ വരുന്നുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല, വരണത്രേ. അതുകൊണ്ട് ആയാതു എന്ന ക്രിയാപദം ഏത് കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്? ഭാവി കാലത്തിലാണ്. വരൂ, വന്നില്ല, ഇപ്പോൾ വരുന്ന, തൊട്ടടുത്ത നിമിഷം വരുമെന്നർത്ഥം. ആയാതു എന്ന ക്രിയാപദം ഭാവി കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലായി? സംസ്കൃതത്തിൽ വർത്തമാനകാലത്തെ കുറിക്കാൻ വേണ്ടി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ കുറിക്കാൻ വേണ്ടി ലട്ട് ലകാരമാണ് പ്രയോഗിക്കുക. ആ ലകാരത്തിലുള്ള ക്രിയാപദം എങ്ങനെയാണ് വരിക? ഗച്ഛതി, പഠതി, ലിഖതി അല്ലേ. ഗച്ഛതി, ഗച്ഛതഃ, ഗച്ഛന്തി, ഗച്ഛസി, ഗച്ഛതഃ, ഗച്ഛഥ, ഗച്ഛാമി, ഗച്ഛാവഹ, ഗച്ഛാമഹ. ഇങ്ങനെ 9 രൂപങ്ങളാണ് വർത്തമാന കാലത്തിലുണ്ടാവുക. അങ്ങനെയുള്ള രൂപമാണോ ഇവിടെയുള്ളത്? ഇതുപോലുള്ള രൂപമാണോ ഇവിടെയുള്ളത്? അല്ല. ഭാവി കാലത്തെ കുറിക്കാൻ വേണ്ടി ഏത് ലകാരമാണ് പ്രയോഗിക്കുക സംസ്കൃതത്തിൽ? ലോട്ട് ലകാര. ലോട്ട് ലകാരത്തിൽ എങ്ങനെയാണ് ക്രിയാപദങ്ങൾ ഉണ്ടാകുക? ഗച്ഛതു, ഗച്ഛതാത്, ഗച്ഛതാം, ഗച്ഛന്തു. ഗച്ഛ, ഗച്ഛതാത്, ഗച്ഛതം, ഗച്ഛത, ഗച്ഛാനി, ഗച്ഛാവ, ഗച്ഛാമ, ഗച്ഛതു. ഇവിടെയോ ആയാതു. അപ്പോൾ ഗച്ഛതു എന്ന് പോലെയാണ് ആയാതു എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആയാതു എന്ന ക്രിയാപദം ലോട്ട് ലകാരത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ലോട്ട് ലകാരം ഏത് കാലത്തെ കുറിക്കാനാണ്? ഭാവി കാലത്തെ കുറിക്കാനാണ്. അതുകൊണ്ടാണ് ആയാതു എന്ന ക്രിയാപദം ഭാവി കാലത്തിൽ പ്രയോഗിച്ചത് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? വർത്തമാനകാല ക്രിയാപദങ്ങളെ നമ്മൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ലോട്ട് ലകാരമാക്കി മാറ്റാം, ഭാവി കാലത്തിലുള്ള ക്രിയാപദമാക്കി മാറ്റാം? നോക്കുക. ഗച്ഛതി, പോകുന്നു. അതിനെ ഭാവി കാലത്തിലാക്കാൻ എന്താ വേണ്ടത്? ഗച്ഛതു. ഗച്ഛതിയിലത്തെ
ഇകാരത്തെ കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഉകാരം ചേർത്താൽ മതി. ഗച്ഛതു. പഠതി പഠതു. ലിഖതി ലിഖതു. ആഗച്ഛതി ആഗച്ഛതു. പശ്യതി പശ്യതു. ഇങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായോ? അടുത്ത പദം ഏതാണ്? ഭവാൻ. ഭവാൻ താങ്കൾ. ഭവാൻ താങ്കൾ. നമ്മൾ വളരെ ബഹുമാനത്തോടെ ആദരവോടെ വിളിക്കുമ്പോൾ എങ്ങനെ പ്രയോഗിക്കുക? ഭവാൻ താങ്കൾ. സമായാതു. സമായാതു. സമാഗച്ഛതു ആഗച്ഛതു എന്നാണ് അർത്ഥം. സമായാതു വരൂ. അതായത് സമാഗച്ഛതു വരൂ, ആഗച്ഛതു വരൂ. ഇപ്പോൾ സമായാതു എന്ന ക്രിയാപദവും നേരത്തെ ആയാതു എന്ന ക്രിയാപദം പോലെ ഭാവി കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സമായാതു ആയാതു രണ്ടിൻ്റെയും അവസാനം തൂ തൂ എന്ന് കാണുന്നില്ലേ? ഇപ്പോൾ ഭാവി കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സമായാതു വരൂ. ഭവാൻ സമായാതു താങ്കൾ വരൂ. ഈ 4 വരികളിലെ പദങ്ങളുടെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് ഇതിൻ്റെ ആശയമൊന്ന് പറയാം. എന്താണ് സന്ദർഭം? ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു മരം, ആ മരത്തിൽ എന്തുണ്ട്? ഒരു കുയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആ കുയിലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? സഹജീവി സ്നേഹം നല്ലവണ്ണം ഉള്ളൊരു പെൺകുട്ടിയാണ് ഈ ബാലിക. അപ്പോൾ പെൺകുട്ടി തൻ്റെ സുഹൃത്തിനോട് പറയുന്നത് പോലെയാണ് ഈ കുയിലിനോട് പറയുന്നത്. എന്താണ് പറയുന്നത്? ഹേ കോകില, കോകില, ഹേ കോകില, അല്ലയോ കോകിലമേ, അല്ലയോ കുയിലേ, ആയാതു വരൂ, ആയാതു വരൂ. കഥാ ആഗന്തവ്യം, എപ്പോഴാണ് വരേണ്ടത്? രാവിലെയാണോ? രാത്രിയിലാണോ? ഉച്ചയ്ക്കാണോ? ഏത് സമയത്താണ് വരേണ്ടത്? പ്രാതക്കാലേ, രാവിലെ, പ്രഭാതത്തിൽ അല്ലേ? നമുക്ക് ഏറ്റവും ഉന്മേഷവും സന്തോഷവും തരുന്ന ഒരു സമയമാണ് ഏത്? പ്രഭാതം, രാവിലെ അല്ലേ? അങ്ങനെയുള്ള സമയത്താണ് ആര് വരേണ്ടത്? ഈ കുയിൽ വരേണ്ടത്. അതാണ് പെൺകുട്ടി പറയുന്നത്. പ്രാതക്കാലേ മാമക ഭവനം കോകില ആയാതു. പ്രാതക്കാലേ, രാവിലെ, മാമക ഭവനം, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, കോകില, അല്ലയോ കുയിലേ, ആയാതു വരൂ, വന്നാലും. വീണ്ടും പെൺകുട്ടി വിളിക്കുകയാണ്. കോകില ആയാതു, ഹേ കോകില, അല്ലയോ കുയിലേ, ആയാതു വരൂ, വന്നാലും. വീണ്ടും വിളിക്കുന്നു. ഭവാൻ സമായാതു, ഭവാൻ താങ്കൾ, താങ്കൾ സമായാതു വന്നാലും വരൂ. എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ്, ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഈ പെൺകുട്ടി വിളിക്കുന്നത്. ഭവാൻ താങ്കൾ, താങ്കൾ വന്നാലും. ഒരു പ്രാവശ്യമാണോ, ഒരു തവണയാണോ ഈ പെൺകുട്ടി ഈ കുയിലിനെ വിളിക്കുന്നത്? അല്ല അല്ലേ, 3 തവണയാണ്. കോകില ആയാതു, കോകില ആയാതു, ഭവാൻ സമായാതു. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? വിളിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു തവണ വിളിച്ചിട്ട് വിളിച്ചു എന്നാക്കി തീർക്കും അല്ലേ? അയാൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂല, എന്നാലും വിളിക്കാതിരിക്കാൻ പറ്റുകയുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കൽ വിളിച്ചിട്ട് വിളിച്ചു എന്നാക്കി തീർക്കും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലോ നമ്മൾ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, പല തവണ വിളിച്ച് നിർബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? അപ്പം ഇവിടെയും ഈ പെൺകുട്ടി വിളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ 3 തവണ വിളിക്കുന്നുണ്ട്. അത്രയും കുയിലിനെ
ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണ് എന്നാണ് ഈ വിളികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ അവസാനത്തെ വരി നോക്കിയാൽ ഭവാൻ സമായാതു. ആദ്യം എന്താ പറഞ്ഞത്? ആയാതു, വന്നാലും. രണ്ടാമത് എന്താ പറഞ്ഞത്? ആയാതു, വന്നാലും. മൂന്നാമതോ ഭവാൻ സമായാതു, താങ്കൾ വന്നാലും. ആ വിളിയിൽ തന്നെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂടുതൽ അവസാനം വരുന്നുണ്ട്. എന്തായാലും വരണം. ആ ഒരു പ്രതീതിയാണ് സമായാതു എന്ന ക്രിയാപദത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം ആയാതെന്നേ ഉള്ളൂ, അതിൻ്റെ കൂടെ ഒരു സം ചേർത്തിട്ട് സമായാതു, വന്നാലും പ്ലീസ് എന്നൊരു വികാരമാണ് ആ വിളിയിലൂടെ നമുക്ക് പ്രകടമാകുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത 3 വരികളുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കാം. പ്രതിദിനമസ്മിൻ കദളീപത്രേ മിത്രക ഉപവിശതു. മിത്രക ഉപവിശതു. പ്രതിദിനം, പ്രതിദിനം, ദിനേ ദിനേ പ്രതിദിനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ് ഇതല്ലേ? പ്രതിദിനം, ദിനേ ദിനേ, ദിനം തോറും, ഓരോ ദിവസവും, എല്ലാ ദിവസവും എന്നർത്ഥം. പ്രതിദിനം, എല്ലാ ദിവസവും. അസ്മിൻ, ഇതിൽ, ഇവനിൽ എന്നർത്ഥം പറയാം. പക്ഷേ അസ്മിൻ എന്ന ശബ്ദം മറ്റൊരു ശബ്ദത്തോട് ചേർന്ന് മറ്റൊരു ശബ്ദത്തിൻ്റെ വിശേഷണമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഈ എന്ന അർത്ഥമാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ഇപ്പോൾ നോക്കുക, ഒരു ആൺകുട്ടി എന്നിട്ട് പറയുന്നു, ഒരാൾ പറയുന്നു അസ്മിൻ ബുദ്ധി നാസ്തി, ഇവനിൽ ബുദ്ധിയില്ല. അവിടെ അസ്മിൻ എന്ന ശബ്ദം ഒറ്റയ്ക്കാണ്, അവിടെ ഇവനിൽ എന്നർത്ഥം പറയാം. അതല്ലെങ്കിൽ ഒരു കിണർ, ആ കിണർ നോക്കിയിട്ട് പറയുന്നു അസ്മിൻ ജലം നാസ്തി, ഇതിൽ വെള്ളമില്ല. അവിടെ ഇവനിൽ എന്ന് പറയില്ലല്ലോ, ഇതിൽ നല്ല പറയുക, ഇതിൽ വെള്ളമില്ല. ഇനി നോക്കുക, അസ്മിൻ ബാലേ ബുദ്ധി നാസ്തി, അസ്മിൻ ബാലേ ബുദ്ധി നാസ്തി, ഈ ബാലനിൽ ബുദ്ധിയില്ല. അവിടെ അസ്മിൻ എന്ന ശബ്ദം ബാലെ എന്ന ശബ്ദത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറയേണ്ടത്? ഈ എന്ന അർത്ഥം ചേർത്തിട്ടാണ് പറയേണ്ടത്. അസ്മിൻ ബാലെ, ഈ ബാലനിൽ. കദളീപത്രേ, കദളീപത്രേ, കദളി വാഴ, കദളി വാഴ. പത്രം, പർണം, ഇല, പത്രം, പർണം, ഇല. പത്രേ, പർണേ, പത്രത്തിൽ, പർണത്തിൽ, ഇലയിൽ എന്നർത്ഥം. കദളീപത്രേ എന്ന് പറഞ്ഞാലോ കദള്യാഹ പത്രേ, കദളീപത്രേ, കദളിയുടെ പത്രത്തിൽ. കദള്യാഹ പത്രേ കദളീപത്രേ, കദളിയുടെ പത്രത്തിൽ, വാഴയുടെ പത്രത്തിൽ, ഇലയിൽ. ഇവിടെ കദള്യാഹ എന്ന ഒരു പദവും പത്രേ എന്ന മറ്റൊരു പദവും ചേർന്നിട്ടാണ് കദളീപത്രേ എന്നായി തീർന്നത്. മനസ്സിലായോ? കദള്യാഹ എന്നൊരു പദവും പത്രേ എന്നൊരു പദവും ചേർന്നിട്ടാണ് കദളീപത്രേ എന്നായി തീർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നാം. എന്താണ് സംശയം? കദള്യാഹ എന്നൊരു പദവും പത്രേ എന്നൊരു പദവും തമ്മിൽ ചേരുമ്പോൾ എങ്ങനെയാണ് കദളീപത്രേ എന്നായി മാറുന്നത്? കദള്യാഹ പത്രേ എന്നല്ലേ ആവേണ്ടത് എന്ന് സംശയം തോന്നാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ആദ്യത്തെ പദം ഏത് അന്തത്തിൽ അവസാനിക്കുന്ന ശബ്ദമാണ്? ഓരോരോ ശബ്ദത്തിനും ഒരു അന്തമുണ്ട്. അകാരാന്തം, ഇകാരാന്തം, ഉകാരാന്തം, ഈകാരാന്തം, ആകാരാന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഏത് അന്തത്തിലാണോ ശബ്ദം അവസാനിക്കുന്നത് ആ ശബ്ദമാണ് 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ വന്നു ചേരുക. ഇപ്പോൾ കദള്യാഹ പത്രേ എന്നല്ലേ? കദള്യാഹ എന്ന ശബ്ദം ഏത് അന്തമാണ്? ഈകാരാന്തമാണ്, കദളീ എന്നാണ്. അപ്പോൾ കദള്യാഹ പത്രേ എന്ന 2 ശബ്ദങ്ങൾ ചേരുമ്പോൾ കദള്യാഹ മാറിയിട്ട് അവിടെ എന്ത് വരും? കദളി എന്ന ശബ്ദം വന്നു ചേരും. അപ്പോൾ കദളീ പത്രേ എന്നാവും. അതുപോലെ ഗുരോഹ വചനം, ഗുരോഹ വചനം, ഗുരുവിൻ്റെ വചനം. ഇപ്പോൾ ഗുരോഹ എന്ന ശബ്ദം ഏത് അന്തമാണ്? ഉകാരാന്തമാണ്.
അപ്പോൾ ഗുരോഹ വചനം എന്ന രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്തായി മാറും? ഉകാരാന്തം ഗുരു, ഗുരുവചനം എന്നായി മാറും. അതുപോലെ സീതായാഹ പുത്രഃ, സീതയുടെ പുത്രൻ. സീതായാഹ എന്ത് അന്തമാണ്? ആകാരാന്തമാണ്, സീതാ. അപ്പോൾ സീതായാഹ പുത്രഃ എന്ന രണ്ട് ശബ്ദങ്ങൾ ചേരുമ്പോൾ സീതായാഹ എന്ന ശബ്ദം പോയിട്ട് അവിടെ ഏത് ശബ്ദം വരും? സീത എന്ന ശബ്ദം വരും, സീതാപുത്രഃ. ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഇങ്ങനെയാണ് വരിക എന്ന് താൽക്കാലികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അസ്മിൻ കദളീപത്രേ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം പറയണം? ടീച്ചർ നേരത്തെ പറഞ്ഞു, അസ്മിൻ എന്ന ശബ്ദം ഒറ്റയ്ക്കാകുമ്പോൾ ഇവനിൽ, ഇതിൽ എന്നൊക്കെ അർത്ഥം പറയും. അത് മറ്റൊന്നിനോട് ചേർന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? ഈ. അസ്മിൻ കദളീപത്രേ, ഈ കദളീപത്രത്തിൽ, ഈ വാഴയിലയിൽ എന്നർത്ഥം കിട്ടും. മിത്രക, മിത്രക ഇത് സംബോധനയാണ്. ഹേ മിത്രക. നേരത്തെ ഹേ കോകില എന്ന് പറഞ്ഞതുപോലെ സംബോധന ചെയ്യാൻ വേണ്ടി, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണേത്? മിത്രക. ഹേ മിത്രക, അല്ലയോ സുഹൃത്തേ. ഇപ്പൊ മിത്രക എന്താണ് അർത്ഥം പറയേണ്ടത്? മിത്രം എല്ലാവർക്കും അറിയാലോ, സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത് രണ്ടും വരാം. സുഹൃത്ത്, സുഹൃത്. മിത്രം, സുഹൃത്ത്, സുഹൃത്. ഹേ മിത്ര എന്താണ് അർത്ഥം? അല്ലയോ മിത്രമേ, ഹേ സുഹൃത്ത്, ഹേ സുഹൃത് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഹേ മിത്രക എന്ന പദത്തിനും എന്താണ് അർത്ഥം? ഹേ മിത്ര, അല്ലയോ മിത്രമേ. ഹേ സുഹൃത്ത്, അല്ലയോ സുഹൃത്തേ. ഹേ സുഹൃത്, അല്ലയോ സുഹൃത്തേ. ഉപവിശതു, ഉപവിശതു ഇരുന്നാലും, ഇരിക്കൂ എന്നാണ് അർത്ഥം. ഇരുന്നാലും ഇരിക്കൂ. ഈ ക്രിയാപദവും നേരത്തെ പറഞ്ഞതുപോലെ ഭാവി കാലത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലോട്ട് ലകാരമാണ്, ഭാവി കാലത്തിലാണ്. ഇതിന് വർത്തമാനകാലം എങ്ങനെ വരും? ഉപവിശതി, ഇരിക്കുന്നു. ഉപവിശതി, ഇരിക്കുന്നു. ഉപവിശതു, ഇരുന്നാലും ഇരിക്കൂ. വീണ്ടും എന്താണ് പറയുന്നത്? മിത്രക ഉപവിശതു. ഹേ മിത്രക, ഹേ മിത്ര, അല്ലയോ സുഹൃത്തേ. ഉപവിശതു, ഇരുന്നാലും ഇരിക്കൂ. ഈ 3 വരികളിലെ പദങ്ങളുടെ, വാക്കുകളുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കാം. എന്താണ് പെൺകുട്ടി നേരത്തെ പറഞ്ഞത്? അല്ലയോ കോകിലമേ, കുയിലേ, രാവിലെ, പ്രാതക്കാലെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നാലും. ഇപ്പോഴെന്താ പറയുന്നത്? രണ്ടാമതെന്താ പറയുന്നത്? പ്രതിദിനം. വന്നാൽ പോരാ, എങ്ങനെ വരണം? പ്രതിദിനം, ദിനേ ദിനേ, ഓരോ ദിവസവും വരണം. ഒരു ദിവസം വന്നാൽ പോരാ, 2 ദിവസം വന്നാൽ പോരാ, നിരന്തരമായിട്ട് എല്ലാ ദിവസവും വരണം. അത്ര കണ്ട് ഈ പെൺകുട്ടി ആ കുയിലിനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നാണ് ഈ വാക്കിലൂടെ, ഈ പ്രതിദിനം എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെയോ, നമ്മൾ എന്താണ് സാധാരണ നമ്മുടെ വീട്ടിൽ ഒരാൾ വരികയാണെങ്കിൽ നമ്മുടെ സംസ്കാരം എന്താണ്? ആ വന്ന ആൾക്ക് വേഗം നമ്മൾ എന്തു ചെയ്യും? ഇരിക്കാനൊരു ഇടം കൊടുക്കും, ഒരു ഇരിപ്പിടം കൊടുക്കും, അല്ലേ? അതാണ് നമ്മുടെ ആചാരമര്യാദ. ഇവിടെ പെൺകുട്ടിയെ നോക്കിയേ, എന്താണ് പറയുന്നത് കുയിലിനോട്? അസ്മിൻ കദളീപത്രേ, ഈ കദളീപത്രത്തിൽ, എൻ്റെ വീടിൻ്റെ മുന്നിൽ കാണുന്ന ഈ കദളീപത്രത്തിൽ, കദളിയുടെ പത്രത്തിൽ, കദളിയുടെ ഇലയിൽ, വാഴയിലയിൽ, മിത്രക, ഹേ മിത്രക, അല്ലയോ സുഹൃത്തേ. നേരത്തെ എന്താണ് വിളിച്ചത്? ഹേ കോകില എന്നാണ് വിളിച്ചത്. ഇപ്പോൾ നോക്കിയാൻ ഹേ മിത്രക. സംസാരിക്കും തോറും ഈ പെൺകുട്ടിയുടെ, ഈ കുയിലിനോടുള്ള സ്നേഹമാണ് പുറത്തേക്ക് ഓരോ വാക്കിലൂടെയും പ്രകടമാകുന്നത്. ഹേ മിത്രക, അല്ലയോ സുഹൃത്തേ. ഉപവിശതു, ഇരുന്നാലും. അപ്പോൾ കുയിലിനെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമാണ് ആര് കൊടുക്കുന്നത്? ഈ പെൺകുട്ടി കൊടുക്കുന്നത്. അടുത്ത വരി പ്രാതക്കാലേ മാമക ഭവനം. അത് ആദ്യത്തെ 4 വരി തന്നെ വീണ്ടും പാടുവാൻ വേണ്ടി അവിടെ ആവർത്തിച്ച് കൊടുത്തതാണ്.
ഇന്നെടുത്ത 7 വരികളുടെ അർത്ഥവും ആശയവും മനസ്സിലായല്ലോ. എങ്കിൽ ടീച്ചർ 2 പ്രവർത്തനം നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ പ്രവർത്തനം, ടീച്ചർ കുറേ പ്രഥമ ഏകവചന ശബ്ദങ്ങൾ തരും. അതിനെ നിങ്ങൾ സംബോധനയാക്കി മാറ്റണം. ഈ പെൺകുട്ടി ഈ പാഠഭാഗത്ത് പ്രയോഗിച്ചതുപോലെ ഹേ കോകില, കോകില എന്നതുപോലെ നിങ്ങൾ അതിനെ സംബോധനയാക്കി മാറ്റണം. ഒരു ഉദാഹരണം ടീച്ചർ തരാം. അത് ഈ പാഠഭാഗത്തെ ശബ്ദം തന്നെ തരാം. കോകിലഹ, കുയിൽ. അതിന് സംബോധന എങ്ങനെയാണ് പെൺകുട്ടി പ്രയോഗിച്ചത്? കോകില അല്ലെങ്കിൽ ഹേ കോകില. ഇതുപോലെ ടീച്ചർ താഴെ തരുന്ന വാക്കുകളെ നിങ്ങൾ സംബോധനയാക്കി മാറ്റിയിട്ട് നിങ്ങളോട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ദേവഹ, ദിലീപഹ, ശിവഹ, ശുകഹ, പികഹ, കപോതഹ, ചിക്രോഡഹ, ചിത്രപതകഹ, കാകഹ, ശുനകഹ. ഇത്രയും പദങ്ങൾ സംബോധനയാക്കി മാറ്റിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത പ്രവർത്തനം, ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ക്രിയാപദങ്ങൾ തരും. വർത്തമാനകാല അർത്ഥത്തിലുള്ള ലട്ട് ലകാരത്തിലുള്ള ഏകവചന രൂപങ്ങളായ ക്രിയാപദങ്ങൾ കുറച്ച് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഭാവി കാലാർത്ഥത്തിലുള്ള ലോട്ട് ലകാരത്തിൻ്റെ പ്രഥമ പുരുഷ ഏകവചന രൂപമാക്കി മാറ്റണം. ഒരു ഉദാഹരണം തരാം. ആയാതി, വരുന്നു. ഇത് ലട്ട് ലകാരമാണ്, വർത്തമാനകാലവുമാണ്. ഇതിനെ ലോട്ടിലേക്ക് മാറ്റണം. ഈ പെൺകുട്ടി എങ്ങനെ മാറ്റിയത്? ആയാതു, വന്നാലും. അപ്പോൾ ആയാതി ലട്ട്, ആയാതു ലോട്ട്. ഇതുപോലെ ടീച്ചർ തരുന്ന ക്രിയാപദങ്ങളെ നിങ്ങൾ മാറ്റി എഴുതുക. പതതി, വദതി, ആഗച്ഛതി, വസതി, ഗായതി, നൃത്യതി, ധാവതി, ജീവതി, പിബതി, മീവതി, ഭഷതി, ഗച്ഛതി. ഇത്രയും പദങ്ങളെ ലോട്ട് ലകാരത്തിലേക്കാക്കി മാറ്റിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കവിത കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ഈണത്തിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു ഈണത്തിൽ കേട്ടാലോ? प्रतिदिनमस्मिन् कदलीपत्रे मित्रग उपविशतु, मित्रग उपविशतु। प्रातः काले मामकभवनं कोकिल आयातु, कोकिल आयातु। भवान् समायातु, भवान् समायातु। अरुणारुण नवरूपं पश्यन् विस्मयमनुभवतु। नव नवसूनेर्विलसित भूमेर्लावण्यं स्वदता, लावण्यं स्वदता। प्रातः काले मामकभवनं कोकिल आयातु, कोकिल आयातु। भवान् समायातु, भवान् समायातु। आनन्दामृतपूरितमनसा कौतुकमुपयातु। ताळसमेतं कळकळनिनदं गीतकमालवतु, कोकिल गीतकमालवतु। प्रातः काले मामकभवनं कोकिल आयातु, कोकिल आयातु। भवान् समायातु, भवान् समायातु। प्रातः काले मामकभवनं कोकिल आयातु, कोकिल आयातु। भवान् समायातु, भवान् समायातु। ബാക്കി ഭാഗം
അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുനർമിളാമഹ, വീണ്ടും കാണാം. ധന്യവാദ.